ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? കുറേ ഡേയ്സായി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇടാത്തത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. എങ്ങനെ തുടങ്ങും, എങ്ങനെ ചെയ്യും നമ്മുടെ യാതൊരു മടിയുണ്ട്. അതങ്ങനെ പിന്നെ അവരെ അത് കുത്തിപ്പൊട്ടിച്ചതാ കുറേ നമ്മുടെ പുറം ഭാഗം കണ്ടിട്ട് ഒന്ന് കണ്ടുവരും. കയറിക്കണ ഇരുത്താൻ കണ്ടോ? കുറേ ഡേയ്സ് ആയില്ലേ നിങ്ങളവരെയൊക്കെ കണ്ടിട്ട്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഈ മുറ്റൊക്കെ താഴെ കട്ടിക്കിട്ട് ഷീറ്റൊക്കെ ഇട്ട് താഴെ ഫ്ലവർ കാണാൻ പറ്റാതെ ആക്കി. നോക്കണ്ട, ബാൽക്കണിയിൽ തുണികളിട്ടോ. അതല്ലേ നമ്മുടെ വ്യൂ. ഇത്ര ദിവസം ഞാൻ വീഡിയോ ഇടാത്തുണ്ട്, എത്രക്കൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ കൂടുതലായിട്ട് ഇടാത്തതിന് കാരണം പുറത്ത് ഫുള്ള് പണിക്കാർ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇനി കഴിയുന്നതും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ നമുക്കുണ്ടാവണേ. പിന്നെ ഹയക്കുട്ടി ഉണ്ടല്ലേ, നല്ല ഉറക്കമാണ്. ഇത് സ്റ്റഡി ലീവ് ടൈമാണ് കേട്ടോ. സ്റ്റഡി ലീവല്ല, ഇക്കയും താത്തയും ലീവ് എടുത്തപ്പോൾ ആളും ഇന്ന് ലീവായിപ്പോയി. പിന്നെ നമ്മുടെ നിബുട്ടിനെ പറയണ്ടല്ലോ, നിബമോളും ലീവ് എടുത്തിട്ടുണ്ട് അവിടെ. രണ്ടും രണ്ട് വീട്ടിലാണെങ്കിൽ ഒരാൾ പോവാണ്ടായി കഴിഞ്ഞാൽ മറ്റേ ആൾക്കും ഒരു ചെറിയൊരു മടി അവിടെ ഇവിടെ വരും. പിന്നെ ഇതാ മനുക്കുട്ട എനിക്ക് ചായ ഇട്ട് തരാണ് കേട്ടോ. അവൻ്റെ ചായ കുടിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പൊതുവേ ചായ വെക്കാൻ എനിക്ക് എവിടേക്കേ ഒരു മടി വരും. ഇക്കണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് വെക്കും. എനിക്ക് മാത്രം വെച്ച് കുടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു മടി പോലെ ഫീലാവും കേട്ടോ. പിന്നെ ദോശമാവ് മേടിച്ചിരിക്കുകയാണ്, അരച്ചതല്ല. അപ്പോൾ മക്കളെ എണീക്കുമ്പോഴേ അത് ചൂടുള്ളൂ പറഞ്ഞിട്ട് അതങ്ങനെ അവിടെ വെച്ചതാണ്. പിന്നെ മക്കൾ ഒരേ കളിയാണ് കേട്ടോ. ഈ രണ്ട് ഐറ്റം അവിടെ താഴെ ഉള്ള മക്കളാണ്. അവർ പോയിട്ടോ, ഗൾഫ് പോയതിന് ശേഷമാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യണത്. അഭിയാനും അയാനും ഹൈവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അങ്ങനെ അവർ പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അങ്ങനെ എടുത്തു വെച്ച വീഡിയോ ആണ് ഇപ്പോഴാണ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത്. നല്ല മഴയായിരുന്നു രാവിലെ. മഴ പറഞ്ഞാലും മതിയില്ല, പെട്ടെന്ന് മഴയും പെട്ടെന്ന് വെയിലും വരും. നേരത്തെ ഭാഗങ്ങളിൽ അങ്ങനെയാണെങ്കിൽ ഒന്നും നന്നായിങ്ങനെ. അതിന് ശേഷം എന്താ പിന്നെ നമുക്ക് അടുക്കളയിൽ അയ്യോന് ദോശ ചുട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ചുട്ട് കൊടുക്കും കേട്ടോ. ചുട്ട് വെക്കത്തില്ല, അപ്പായാലും ദോശയായാലും അങ്ങനെ ലൈവായിട്ട് ചുട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് ഒന്ന് കഴിക്കണ ഭാഗത്ത് രണ്ടെണ്ണം കഴിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഹാപ്പിനെസ്സും കൂടെയല്ലേ. പിന്നെ ഹയക്കൊക്കെ മനുവിനോ അവർക്കൊക്കെ ചുട്ട് കൊടുക്കുമ്പോൾ ലൈറ്റായിട്ട് നെയ്യ് ചേർത്തി കൊടുക്കും കേട്ടോ. കാരണം നെയ്യ് അങ്ങനെയെങ്കിലും ദേഹത്തുനിന്ന് കയറട്ടെ പറഞ്ഞു. പൊതുവേ നെയ്യ് ദേഹത്ത് തട്ടാൻ അവർക്ക് ഇഷ്ടമല്ല, അറിയും പെട്ടെന്ന്. പിന്നെ അടുക്കളയ്ക്ക് ആകെ മിസ്സായി കിടക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. ഉച്ചക്ക് ചോറ്, കറി, ഫ്ലവറൊക്കെ ആയിരുന്നു. ഫ്ലവർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് ഞാൻ തോർത്തി വെച്ചതാണ് കേട്ടോ. ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി ഒക്കെ സെറ്റാക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്കറിയാലോ, അടുക്കള ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞ് നമ്മുടെ പകുതി പണി കഴിയും. രാവിലെ ഞാൻ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം അടുക്കള ക്ലീൻ ചെയ്തിട്ടതിന് ശേഷമുള്ളൂ ബാക്കി എന്ത് പണിക്കും പോവുള്ളൂ കേട്ടോ. ഇതാണ് എൻ്റെ മെയിൻ. അതിന് ശേഷം പിന്നെ അടിക്കൽ, തുടക്കൽ അങ്ങനെയൊക്കെ പോവുള്ളൂ. ഉച്ചക്കത്തെ അടക്ക കുക്കിംഗ് എൻ്റെ രാവിലെ അടുക്കളയിൽ കഴിഞ്ഞിരിക്കും. പിന്നെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു. പിന്നെ ഹൈക്കോട്ട് ഭയങ്കര ബോറടി, പുറത്തോട്ടൊന്നും നോക്കിയിട്ടിരിക്കുകയാണ്. ചോദിക്കുകയാണ് എന്താ ബോറടിന്ന്. അപ്പോൾ കുട്ടികളൊക്കെ താഴെ പോയിട്ടുണ്ട്, അതുകൊണ്ടുള്ളൊരു ബോറടിയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയോ എഴുതാനും ഇതാക്കാനൊക്കെ ബുക്കൊക്കെ എടുത്ത് ആൾ സെറ്റായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ കട്ടിൽ, മേടിച്ചതും ബെഡും. ഇത് ഞാൻ ഈ റൂം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇതിൽ സാധനങ്ങളൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ അങ്ങനെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞത് മേലെ കൊടുന്ന് ഉണങ്ങാനിടുകയാണ് കേട്ടോ. വാഷിംഗ് മെഷീനിലൊന്നല്ല, കല്ലിൽ തന്നെ തിരുമ്പ കേട്ടോ. അങ്ങനെ ഉണങ്ങാടാണ്. പിന്നെ എൻ്റെ ചെടിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ഹൈക്കുട്ടിയുണ്ട് ചെടികളും തന്നെ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും.